നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. ആദ്യമായി ഒരു ഹാപ്പി പറയട്ടെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ് പറയാൻ കഴിഞ്ഞില്ല, മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് വീഡിയോ ചെയ്യാനോ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു ക്രിസ്മസ് പറയാനോ എനിക്ക് സാധിച്ചില്ല, ക്ഷമിക്കണം. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഒരു വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് ഒരു പെൺകുട്ടിയെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാത്ത തരത്തിൽ, മനസാക്ഷിയുള്ള ഒരു മനുഷ്യനെ കൊണ്ടും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിന്, മനസാക്ഷിയുള്ള ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ, മനസാക്ഷിയുള്ള എന്നാണ് ഞാൻ എടുത്തു പറയുന്നു, മനസാക്ഷിയുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ഒരിക്കലും ചെയ്യാത്ത ഒരു കൊടും ക്രൂരത ചെയ്തു ഉന്നാവയിലെ ആ കുഞ്ഞിനോട്. ആ ഒരു കൊടും ക്രിമിനൽ, അതായത് മനുഷ്യരൂപം കെട്ടിയ ഒരു രാക്ഷസൻ, യവനെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ആ വിധിയെ ഡൽഹി ഹൈക്കോടതി ചെറിയ ഇളവുകൾ ചെയ്ത് അദ്ദേഹത്തെ പുറത്തിറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തപ്പോൾ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും, ഇതിൽ രാഷ്ട്രീയമോ മറ്റു കക്ഷികളോ ഒന്നും നോക്കാതെ പലരും ഇതിൽ മുന്നിട്ടിറങ്ങി. സാമൂഹിക പ്രവർത്തകർ ഇതിന് ഒന്നടങ്കം, അതായത് ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനെ കൊണ്ടും താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കൊടും ക്രൂരത നടത്തിയ ഈ നീചന്മാരെ എന്നേക്കുമായി തുറുങ്കിലടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഇതിലേക്ക് ഇറങ്ങി. ഒപ്പം ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളും, അവരെ സഹായിക്കാൻ ഇന്ന് ഒട്ടനവധി സംഘടനകളുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡൽഹി ഹൈക്കോടതി സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ വശീകരിച്ച് മാറ്റിയെടുത്ത്, അതായത് ഇങ്ങനെ ഒരു ജീവപര്യന്തത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറക്കാം, പരോളിൽ പുറത്തിറക്കാം എന്ന് നമ്മുടെ ഡൽഹി ഹൈക്കോടതി ഒരു ചെറിയ നമ്പരും കൊണ്ടുവന്നു. അപ്പോഴാണ് ഇവിടെ ഇത് സുപ്രീം കോടതി സ്റ്റേക്ക് വേണ്ടി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഉന്നാവയിൽ ആ കുഞ്ഞിന് എത്ര വയസ്സ് പ്രായമുണ്ട്? ആ കുഞ്ഞിന് എത്രയുണ്ട്? ആ ഒരു കുഞ്ഞിനെ ഇത്രയും മൃഗീയമായി കൊല്ലുവാൻ വേണ്ടി തന്നെയാണ് ഇവനെല്ലാം ചെയ്തത്. ഇവനെല്ലാം മക്കളില്ലേ, ഭാര്യയില്ലേ? ഇവന്റെ വീട്ടിലിരിക്കുന്ന ഈ സ്വന്തം ഭാര്യ അവന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ അവന് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെടുത്ത് പോയത്? അതോ ജാതിയും മതം നോക്കിയാണോ ഇത് ചെയ്യുന്നത്? അതോ ഇതൊരു മറ്റു മതത്തിൽപ്പെട്ട ഒരു കുട്ടിയായത് കൊണ്ടാണോ അതിനെ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്? അങ്ങനെ വല്ലതാണോ? പക്ഷെ ഇവിടെ ഒന്ന് ആലോചിക്കണം, വെറും ലോകം എന്തെന്നറിയാത്ത, ജീവിതം എന്തെന്നറിയാത്ത, വേദനയോ ദുഃഖമോ എന്തെന്നറിയാത്ത, വിശപ്പോ ദാഹമോ എന്തെന്നറിയാത്ത, വിശക്കുമ്പോൾ കരയുന്ന ഒരു കുഞ്ഞ്, പക്ഷേ അതിന് എന്താണ് ഇതിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ചെറുപ്പം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്രയും മൃഗീയമായി വേട്ടപ്പട്ടികളെപ്പോലെ വേട്ടയാടി കൊന്ന ഈ നീചന്മാരെ എന്തിനാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവപര്യന്തത്തിൽ ഇളവ് അനുവദിച്ചത്? അവനെ എന്നേക്കുമായി, അവന് ഒരു കാലത്തും, പണ്ട് തമിഴിലൊരു ഇത് പറയാം, ആയുൾ ദണ്ഡന, അതുപോലെ ജീവിതകാലം മുഴുവനും അവനെല്ലാം ജയിലിനകത്ത് ജീവിക്കണം. ജീവിതകാലം മുഴുവനും അവനെല്ലാം ജയിലിനകത്ത് ജീവിക്കണം. അവൻ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഓരോന്നും ആലോചിച്ച് ഇഞ്ചിഞ്ചായി ജയിലിനുള്ളിൽ അവൻ മരിക്കണം. അപ്പോൾ അവനെ കണ്ട് ഇതുപോലെ കുറേ നാറികൾ നമ്മുടെ നാട്ടിലുമുണ്ട്, ഇതുപോലെ പ്രവർത്തിക്കുന്ന കുറേ നാറികൾ നമ്മുടെ നാട്ടിലുമുണ്ട്. നിർഭാഗ്യവശാൽ കുറേ കാലങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് വലിയ അരാജകത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടില്ലേ? ഡൽഹിയിലും പിന്നെ ഈ ഗുജറാത്തിലും അതുപോലെ ഛത്തീസ്ഗഡിലുമൊക്കെ ക്രിസ്മസ് പപ്പായുടെ ഈ സാധനങ്ങൾ വിൽക്കുന്ന അവരെ ചെന്ന് വിരട്ടി, അവരെ അടിച്ചോടിച്ച് പള്ളികളിൽ കയറി ഒരു മാള്. എത്ര നാണക്കേടാണ്! ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ നാണക്കേടല്ലേ ഉണ്ടാക്കി വയ്ക്കുന്നത്? ലോകത്തിൻ്റെ മുന്നിൽ
ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇതിലിവിടെ ജാതിയോ മതമോ ഒന്നുമല്ല. ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരും ക്രിസ്മസ് ആഘോഷിക്കും. അതൊരു സന്തോഷം മാത്രമാണ്, അല്ലാതെ അതിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ക്രിസ്തു ജനിച്ച ആ ഒരു ദിവസം ലോകത്തുള്ള എല്ലാ മനുഷ്യരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് കരുതി ക്രിസ്തു മതത്തിൽ ചേരുകയും ഹല്ലേലൂയ പാടുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിയമം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കാട്ടിത്തരണം. ഇല്ലെങ്കിൽ ഈ ചെയ്യുന്നത് വെറും ശുദ്ധ തെമ്മാടിത്തരമാണ്. അതായത് ഒരു മാളിൽ ചെന്ന് അടിച്ച് സാന്റാക്ലോസിന്റെ ബൊമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാള് ചെന്ന് അടിച്ച് ഇല്ലാമാക്കുന്നു, ഒരു പള്ളി കയറി അടിച്ച് ഇല്ലാമാക്കുന്നു. സത്യത്തിൽ യുവന്മാർക്ക് എന്താണ്? മതം തലയ്ക്ക് പിടിച്ച ഭ്രാന്തായതാണോ? ഇനി ചങ്ങലക്കിട്ടാലോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്താലും ചികിത്സിച്ചാൽ ഇവനെയൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ നാണം കെട്ട ഒരു ദിവസമായിരുന്നു ഈ 2025 ക്രിസ്മസിന് മുമ്പുള്ള ദിവസങ്ങൾ. എത്ര വലിയ നാണക്കേടാണ് രാജ്യത്തിന്, ലോകത്തിന് മുമ്പിൽ ഉണ്ടാക്കി വെച്ചത്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കേരളത്തിൽ ഒരുത്തന്റെ മതം ചോദിച്ച് തല്ലിക്കൊല്ലുന്നു. എത്ര ദയനീയമായ അവസ്ഥയാണ് ആ മനുഷ്യൻ. തീർച്ചയായും. കാരണം സാധാരണ ഇത്തരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്മാരൊന്നും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പരസ്യ പ്രസ്താവനയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരണങ്ങളോ ഒന്നും തന്നെ നടത്താറില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെക്കണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഈ കുറിപ്പ് വായിക്കുമ്പോൾ അറിയാം. 10,000 മൃതദേഹങ്ങൾ ഇതുവരെയും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ഇത്രയധികം മർദ്ദനമേറ്റ ഒരു ശരീരം ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. കാലിൻ്റെ ചെറുവിരൽ മുതൽ തലയൊട്ടി വരെ തകർത്ത നിലയിലാണ്. വായല്ലുകളെല്ലാം തകർന്നു, നട്ടെല്ല് ഒടിഞ്ഞു, വടികൊണ്ട് ഏറ്റ അടികളാണ് ശരീരത്തിലേറെയും. ഒരു ഭാഗത്തും മർദ്ദനമേൽക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. കൂട്ടമർദ്ദനം നടത്തിയവരിൽ ഒരാളെങ്കിലും കൈ ഉയർത്തിയെങ്കിൽ ഇതുണ്ടാകില്ലെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കൊലപാതകമാണ് വാളയാർ അട്ടപ്പള്ളത്ത് നടന്നതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അത്രമാത്രം വേദനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു കുറിപ്പ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. നമുക്ക് പലരും പലവട്ടം ആക്രമിക്കുന്നത് കൊണ്ടാണ് ആ മനുഷ്യൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറയാണ്. ഒരു സ്ത്രീ പറയുന്നത് കേട്ടു ഇയാൾ ഒരു കല്ലുമായിട്ടാണ് നടക്കുന്നതെന്ന്. കാരണം ഒന്നാമത്തെ കേസ് അയാൾ ഈ അടുത്ത സമയത്താണ് കേരളത്തിൽ ജോലിക്കായിട്ട് വരുന്നത്. അയാൾക്ക് ഹിന്ദി ഒരുപക്ഷെ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ എല്ലാവർക്കും ഹിന്ദി നല്ലതുപോലെ പറയണമെന്നില്ല. രണ്ടാമത്തെ കേസ് അവനോട് ചോദിക്കുന്ന ഹിന്ദി വേറെ, അവൻ പറയുന്ന ഹിന്ദി വേറൊന്ന്. ഇവർക്ക് മനസ്സിലാവാത്ത തരത്തിൽ ആ മനുഷ്യൻ പറയുന്നു മേരാ ബഹൻ ബംഗ്ലാദേശ് മേ. സത്യത്തിൽ എല്ലാവരും കൂടി ആക്രമിക്കുമ്പോൾ ഒരു മനുഷ്യനെ പേപ്പട്ടിയെ പോലെ തല്ലുന്നത് കണ്ട് മനസ്സിന്റെ നിയന്ത്രണം വിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് പോലും അറിയാത്ത ഒരു അവസ്ഥ. ഇവർ പലരും കൂട്ടം കൂടി നിന്ന് ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ മലയാളികൾ എന്ന് പറയുന്ന നീചന്മാരായ നായ്ക്കൾ എന്ന് തന്നെ ഇവനെല്ലാം വിളിക്കേണ്ടതായിട്ട് വരും. ഒരു കാരണവശാലും ഇവനൊന്നും മനുഷ്യരല്ല. ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ രാജ്യത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു ഡോക്ടർ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇന്ന വിഷയങ്ങളാണെന്ന് ഒരുപക്ഷെ അവർ റിപ്പോർട്ട് എഴുതി കൊടുക്കുമായിരിക്കും. ഏതെങ്കിലും ഒരു ഡോക്ടർ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ചരിത്രത്തിൽ എവിടെയെങ്കിലും? ഈ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്ത, അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയ ആ ഡോക്ടർ വന്ന് പറയുന്നു ആ മനുഷ്യന്റെ ദേഹത്ത് അടി കൊള്ളാൻ, എല്ലുകൾ ഒടിയാൻ ഇനി ബാക്കിയില്ല. അത്രയും നീചമായ രീതിയിൽ ഇവന്മാര് വീഡിയോ എടുക്കുന്ന എന്താ അവന്റെ തലക്കടിക്കുന്നതാണ്. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഈ നീചന്മാരായ ഈ വേട്ട പട്ടികൾ, ഈ വേട്ട നായ്ക്കൾ ഒരു മനുഷ്യന്, അവൻ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇതിലും വലിയ ഭീകരമായിരുന്നേന്. ആലോചിക്കണം, അതൊരു ഹിന്ദുവായ മനുഷ്യനാണ്. എന്നിട്ടും കള്ളൻ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുടെ നിസ്സാരപ്പെട്ട ഒരു സംശയം, എന്താണ് കോടികൾ മോഷ്ടിച്ചുകൊണ്ട് പോകാനാണോ അയാൾ വന്നത്? കോടികൾ മോഷ്ടിച്ചുകൊണ്ട് പോകാനാണോ അയാൾ വന്നത്? നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് അധികാരം? ഇവിടെ നിയമപാലകരുണ്ട്, നിയമമുണ്ട്, ശക്തമായ പോലീസ് സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. ഇതാ ഞങ്ങളുടെ ഈ പരിസരത്ത് ചുറ്റുപാടിലും ഈ മനുഷ്യൻ കുറെ ദിവസങ്ങൾ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യണം, പ്രശ്നമാണെന്ന് കണ്ടാൽ
അറസ്റ്റ് ചെയ്യണമെന്ന് പറയാം, പോലീസിൽ ഏൽപ്പിക്കാം. അതിന് പകരം നിയമം കയ്യിലെടുക്കാൻ നിനക്കൊക്കെ എവിടെയാണ് രാജ്യത്ത് സർക്കാർ അധികാരം തന്നിരിക്കുന്നത്? കയ്യിൽ കിട്ടുന്നവനെല്ലാം പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ശരിയാണോ? പോലീസില്ലേ? നിയമമില്ലേ? അവര് നോക്കൂലേ? ഒരു ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലുമില്ല. ആ മനുഷ്യനാണ് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ മനുഷ്യന്മാർ. അവനൊന്നും മനുഷ്യൻ ഒരു കിളവനും അതിനകത്തുണ്ടെന്നുള്ളതാണ് തല്ലിക്കൊല്ലാൻ. ചട്ടമ്പി കുറെ പാർട്ടിയുടെ പേര് പറഞ്ഞ് കുറെ നായ്ക്കൾ ഇങ്ങനെ നടക്കുന്നു. എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നേട്ടം? നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 2014 ശേഷം രാജ്യത്ത് പലതരത്തിലും പല രീതിയിലും പ്രശ്നങ്ങൾ നടക്കുകയാണ്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഓരോരുത്തരും പ്രശ്നം ഉണ്ടാക്കുന്നു. മണ്ടന്മാരെന്നല്ലാതെ എന്തു പറയുന്നു? ഓരോ മനുഷ്യനും ഓരോ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിന് മറ്റൊരു മനുഷ്യനെ തല്ലിക്കൊന്നിട്ടാവണോ ദൈവവിശ്വാസം നിലനിർത്തേണ്ടത്? ആണോ? അങ്ങനെയാണോ? ഇവിടെ ഈ ഉന്നാവയിൽ ആ കുഞ്ഞിനെ കൊന്ന ഒരിക്കലും യവനല്ല, കൊന്ന യവന്മാർക്ക് ഒരു കാരണവശാലും രാജ്യത്തിന്റെ നീതിയും ന്യായവും ഇളവ് അനുവദിക്കാൻ പാടില്ല. ഇതിനുവേണ്ടി രാജ്യമെമ്പാടും ഉള്ള ജനങ്ങൾ പ്രതികരിക്കണം. കാരണം ഇന്ന് അവരുടെ വീട്ടിൽ സംഭവിച്ചെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ കൂടാതെ നിന്നില്ല, സംഭവിക്കും, തീർച്ചയാണ്. അപ്പോൾ ഇവനെപ്പോലുള്ളവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ എല്ലാവരെയും സ്വാധീനിക്കുകയും അതിന് അവർക്കൊരു അഹങ്കാരമായി മാറും. കാരണം ഞങ്ങളുടെ കയ്യിൽ കുറെ പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാം, പണത്തിന് മേൽ പരന്തും പറക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ഇവിടെ അങ്ങനെയാണോ? ഒരിക്കലും നിയമ സംവിധാനത്തെ വിലയ്ക്ക് വാങ്ങാൻ പാടില്ല. യവന്മാർക്ക് ഒരു കാരണവശാലും ഈ വേട്ട നായ്ക്കൾക്ക്, ഈ വേട്ട പട്ടികൾക്ക് ഒരു കാരണവശാലും നീതിയും ന്യായവും അനുവദിക്കാൻ പാടില്ല. ഇവരെ ഒരു കാരണവശാലും ജയിലിൽ നിന്നും പുറത്തിറക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് കേരളത്തിൽ ആ മനുഷ്യനെ തല്ലിക്കുന്ന ആ സ്ത്രീയുടെ, ഈ നാരായണൻ എന്ന് പറയുന്ന ഫുൾ പേര് ഞാൻ മറന്നുപോയി. ആ മനുഷ്യന്റെ മരിച്ച ആ വീഡിയോ കണ്ടാൽ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് കണ്ടിരിക്കാം. അത്ര ദയനീയമായ അവസ്ഥയിലാണ് ആ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത്. ഈ വേട്ടപ്പട്ടികൾ ആ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത്. എത്ര ദയനീയമായാണ് ആ മനുഷ്യൻ മുഖത്തോട്ട് നോക്കുന്നത്. ഇവന്മാർ മനസാക്ഷിയുള്ള മനുഷ്യരാണോ? ആ മനുഷ്യന്റെ ഭാര്യ വന്ന് കരയുന്നത് കണ്ടിരിക്കാൻ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. किसी के साथ कोई भी जो है, ना तो केरल सरकार से ना तो छत्तीसगढ़ सरकार से किसी प्रकार के कोई डिस्कशन नहीं हुआ है। आपका डिसीजन क्या है? अभी मेरी डिसीजन यही है कि जो मॉब लिंचिंग की केस है वो एड हो उस पर, और SIT टीम गठित हो, उचित जांच हो, और इनको जो है 25 लाख रुपए की जो है मुआवजा राशि मिले। तो उस समय पर आप केरला में रुकेंगे? हाँ, अभी हम जब तक जो है हमें हमारी मांगे पूरी नहीं हो जाता, हम यहीं पे रहेंगे, केरला में ही रहेंगे? हाँ। आप सब यहाँ रहेंगे? हाँ, उसकी फैमिली भी यहाँ रहेगी? हाँ, यही रहेगा। बोलने की हालत ओके थैंक यू।